ആ ഇതിനും ഉണ്ട്. ഇതാ പുഴുവെല്ലാം തിന്നുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങാനുണ്ട് ഒരു പുഴു. അല്ല അത് അച്ചിലാന്ന് തോന്നുന്നുണ്ട് തിന്നുന്നത്. കണ്ടാ, ഞാൻ മണി പ്ലാന്റ് ഇതിൽ വെച്ചതാണ് ഗൈസ്. കണ്ടാ, ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന എൻ്റെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, കുറേ വാഹനങ്ങൾ വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് ചെടികൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിക്കുന്നതാണ്. മുറ്റമടിക്കാൻ നോക്കുമ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. അതുകൊണ്ട് എനിക്ക് മുറ്റമടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ സുന്ദരി പൂവിനെ കണ്ടോ നിങ്ങൾ? കണ്ടോ? അടിപൊളിയല്ലേ? എല്ലാം അടിപൊളി തന്നെയാണ്. കണ്ടോ, അതേ കാട് വന്നിട്ടുണ്ട്. വേറെയൊരു സുന്ദരിപ്പൂവിനെ കാണണ നിങ്ങൾക്ക്? അടിപൊളി സുന്ദരിപ്പൂ. കണ്ട, ഈ സുന്ദരിപ്പൂവിന് മുള്ളില്ല. മുള്ളില്ലാത്ത സുന്ദരിപ്പൂവായത്. എൻ്റെ മുസാൻ്റെ കാണിക്കാം നിങ്ങൾക്ക് കേട്ടാ. ഇത് വേറെ ഒരു ചെടിയാണ്, നല്ല സ്റ്റൈലുള്ള. ഇതിനെ മുറിച്ച് നല്ല കണ്ടീഷനാക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഇതാ കുറച്ച് മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ചെടി കണ്ടോ. എവിടെയെല്ലാം വണ്ടി നിർത്തിയിട്ടിട്ടല്ല, കണ്ട, മൊത്തം വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ടല്ലോ. ഒരു കൈത പോലത്തെ ചെടിയാണ് ഗൈസ്, എന്താണെന്ന് അറിയില്ല. ഇതെൻ്റെ മൂസാൻ്റെയാണ്, ചുവന്ന മൂസാൻ്റെ. പൂവെല്ലാം ഉണ്ടായി തീർന്നു. മറ്റേത് റോസ് മൂസാൻ്റെ. വാഹനങ്ങളുടെ കളിയാണ്. കണ്ടല്ലോ, എന്താ ഇഷ്ടം പോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതിങ്ങനെ മുറിച്ച് നിർത്തുന്നതാണ് ഗൈസ് എൻ്റെ ചെടികൾ. ഇതെല്ലാം മഴയത്ത് ചെരിഞ്ഞു പോയാ. മുല്ലക്ക് ഞാനൊരു പൈപ്പെല്ലാം വെച്ച് നിർത്തിയതായിരുന്നു. അതെല്ലാം ചെരിഞ്ഞ് പോകുന്നതാണ് മഴ പെയ്ത് നോക്കുമ്പോൾ. ഒരു മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ചെടിയാണ് ഗൈസ്. ഒരു മഞ്ഞപ്പൂ ഉണ്ടാവും. കാറ്റിനെങ്ങാൻ പാറി വീണതാണ് തോന്നുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ. വെള്ളം കെട്ടി നിന്ന് അതെല്ലാം കളയട്ടെ ഗൈസ്. മഴയത്ത് കൊതുക് വരില്ലേ, അപ്പം ഞാൻ അതുകൊണ്ട് ഇനി വെള്ളം കെട്ടി നിന്നതെല്ലാം കളയുന്ന. എൻ്റെ ഓർക്കിഡാണ് വെള്ള. ഇത് വയലറ്റ്. പൂവെല്ലാം കുറഞ്ഞു. ഇപ്പോഴാ ഒരു വെള്ള പൂമ്പാറ്റയുടെ ഗൈസ്. അടിപൊളി. സുന്ദരി പൂമ്പാറ്റയാണ് എൻ്റെ കുരുമുളക് തൈ കാണണം ഗൈസ് നിങ്ങൾക്ക്. കുരുമുളക് തൈ കാണിച്ചാൽ കണ്ട, ഞാൻ പാവി പൊടിപ്പിച്ച കുരുമുളക് തൈയാണ് ഇതെല്ലാം. കണ്ട, അടിപൊളിയല്ലേ?
അപ്പോൾ നമുക്ക് മെല്ലനെ ഇങ്ങോട്ട് നീങ്ങാം. ഇവിടെ നല്ല നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എപ്പോൾ വീണ് ചോദിച്ചാൽ മതി ഗൈസ്. വണ്ടികളെല്ലാം ഉഷ നമ്മളെ കാട് വയ്ക്കുന്നുണ്ട് ഗൈസ്. ഉഷ നമ്മളെ കാട് വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പം അത് നിങ്ങൾക്ക് കാണാം. കണ്ട, ഉഷയോട് കാട് വയ്ക്കാൻ പറഞ്ഞ് ഉഷ കാട് വയ്ക്കുന്നുണ്ട്. ഉഷ ഇപ്പം നമ്മളെ യൂട്യൂബിലെ താരായി മാറിയിട്ടുള്ള പുല്ലിയെത്തുന്നതും വയക്കുന്നതും എല്ലാം കൂടി ഉഷ അടിപൊളിയായിട്ടുണ്ട്. അതാ വണ്ടികളും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ട, ഇപ്പോൾ ഇതാ ഇത്രയും സ്ഥലം വൃത്തിയാക്കി ഉഷ. അടിപൊളിയല്ലേ ഗൈസ്? ചെടിയെല്ലാം കുറേ നശിച്ചു പോയി ഗൈസ്. ഇതാ മഴ പെയ്തിട്ട് നോക്കുമ്പോൾ എൻ്റെ ചെടികളെല്ലാം കുറേ പോയി. ഇപ്പം അധികമൊന്നുമില്ല. ഇത് മാത്രമുണ്ട് കുറച്ച് നല്ല ഉഷാറിൽ ഇങ്ങനെ കാണുന്നു ഇപ്പം. അതും പുഴുവെല്ലാം വന്ന് തിന്നുന്നുണ്ട്. ഈ പുഴുവിന് എന്നാ വേണ്ടത് ഞാൻ? പിന്നെ അവർക്കും ജീവിക്കണ്ടേ. ഇത് മറ്റേ എന്തെന്നാന്ന് പറയുക, നിശാഗന്ധിയ അങ്ങനെ എന്തോ അല്ലേ ഇതിന് പേര് പറയുക. അതാണിത്. ഇതൊരു ബെഗോണിയാണ്. അടിപൊളി. ഇതിനും ഉണ്ട്. ഇതാ പുഴുവെല്ലാം തിന്നുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങാനുണ്ട് ഒരു പുഴു. അല്ല, അത് അച്ചിലാന്ന് തോന്നുന്നുണ്ട്. കണ്ട, ഞാൻ മണി പ്ലാന്റ് ഇതിൽ വെച്ചതാണ് ഗൈസ്. കണ്ട, എല്ലാത്തിലും വെച്ചിട്ടുണ്ട് ഞാൻ. ഏതെല്ലാം ആവുന്ന വെച്ചാൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ കേട്ടാ. അവർ വിചാരിക്കേണ്ട അവരെ മാത്രം ഞാൻ എന്താ പിടിക്കാഞ്ഞത് എന്നതാ. അതാ കുഞ്ഞുങ്ങളെ, നിങ്ങളും ഉണ്ട് കേട്ടാ എൻ്റെ കൂട്ടത്തിൽ. നിങ്ങളെ ഞാൻ വിട്ടിട്ടില്ല. ഒരാളും കൂടി ഉണ്ടല്ലോ. അവരവിടെ പോയി മുട്ടയിടാൻ പോയിട്ടുണ്ടാ. അതിൻ്റെ തൂവൽ കുറേയായി ഇങ്ങനെ പോയിട്ട് കാണുന്നു. പക്ഷേ പിന്നെ വരുന്ന അന്നില്ല, വേറെ ആയിരിക്കില്ല അങ്ങനെ. എന്താണെന്നറിയില്ല. ഒരാൾ മുട്ടയിടാൻ കുടുക്കയിൽ കയറി ഇരുന്നിട്ടാ. അതാ നോക്കുന്ന കുടുക്കേൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടാ നിങ്ങൾ? അതാ എത്തി നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. അതാ കുടുക്കേൻ്റെ ഉള്ളിൽ. മറ്റേത് പോയാടെ നിന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാടാ. ഇത് നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. വാവ്, അടിപൊളി. അങ്ങനെയാണ് ഉള്ളത്. എൻ്റെ ചെടിയെല്ലാം എല്ലാവർക്കും അറിഞ്ഞാണ്. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചത് തന്നെയാണ്. എന്നാലും ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കാണിക്കുന്നതാണ് നിങ്ങളെ.